റഷീദാക്ക, നിങ്ങൾ ഈ പെറുക്കേണ്ട ആളല്ല. ഞമ്മക്ക് രണ്ടാമത് ഒന്നും കൂടി അവിടെ പോകാം ദുബായിക്ക്. പണിയെടുത്ത് കണ്ട ഒരാളോട് ഇറക്കാതെ ജീവിക്കല. ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. നമുക്ക് ആയിക്കോട്ടെ, നമുക്ക് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാം കേട്ടാ, കുഴപ്പമില്ല. അല്ല ഋഷിയാക്ക, നിങ്ങളെ വിളിക്കാ. ഞാന് ഇത് നമ്മളെ ഭയ ഒരു സുഹൃത്തല്ല. അല്ല ഇനിയിപ്പോ ഞാൻ ഒറ്റക്ക് കൊടുക്കേണ്ടി വരുമല്ലോ. അയാളെ ഇനി പെറുക്കാൻ കിട്ടൂല. ഞാൻ നടക്കാണ്ട് വരാം. ഞാൻ ഒരു കാര്യം. അല്ല, അപ്പൊ എന്തപ്പ ഈ കുടിച്ചോടുന്നതിന്റെ കാരണം? അതായത് എന്റെ അടുത്തൊരു പേപ്പർ ഉണ്ട്, ഞമ്മക്ക് ഒന്നുകൂടി അവിടെ പോകാം. ഇനിയും ഇപ്പൊ ഞാൻ പ്രവാസിയാണ്. അതുവരെ ഉണ്ടാക്കിയത് മിമ്മ അങ്ങനെ ഇങ്ങനെയും ഇവിടെ പണ്ടാരടക്കി പോയി. ആയിക്കോട്ടെ, അതല്ല. അപ്പൊ നമുക്ക് നമ്മളൊന്നുകൂടി പോവാ, അതാ നല്ലത്. അതിപ്പോ എന്താ വെച്ചാലേ, ഇനിയിപ്പോ നിങ്ങൾക്ക് നമ്മളെ കൊണ്ട് ഒരു ഭാര, ഞാൻ ആർക്കും ഒരു ഭാര കരുതിച്ചിട്ടാണ് ഇപ്പൊ തൽക്കാലം അത് പെറുക്കി കൊണ്ട് കിടക്കേണ്ടത്. ഇപ്പൊ അതിന്റെ കുറച്ച് ചങ്ങായിമാരും അതിന്റെ കുറച്ച് ആൾക്കാരും അല്ലാതെ ഇപ്പൊ ഗൾഫുകാരും എന്നെ മെയിൻറ്റെയിൻ ചെയ്യില്ല. ഒരു ബുദ്ധിമുട്ടും നിങ്ങളിപ്പോ മെയിൻറ്റെയിൻ ചെയ്തത് നമ്മളെ തമ്മിലുള്ള ആ ബന്ധം കൊണ്ടാണ് പേരിലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഗതിയിടണ്ട വെച്ചിട്ടാ ഞാൻ പറയണ്ടേ. എനിക്കൊരു ഗതികേടില്ല. അപ്പൊ നിങ്ങൾ നാളെ ആ പാസ്പോർട്ടും എന്നോട് കൊണ്ടുവരും. എന്നാ പിന്നെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്നാ ആയിക്കോട്ടെ, ഞാൻ നാളെ വരാം കേട്ടാ. പാസ്പോർട്ട് കൊടുന്നില്ലേ? ഞാന് പോവാൻ നിക്കായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് കിട്ടി തന്നായി. അപ്പൊ എന്നാ ശരി, നമുക്ക് 2 ദിവസത്തിനുള്ളിൽ പോവാം കേട്ടോ. ഞാൻ പോയാലോ? എന്നാ പോയിക്കോളെ, 2 ദിവസത്തിനുള്ളിൽ പോട്ടാ. റെഡിയാക്കി, ഞാൻ റെഡിയാക്കാം. നിങ്ങളെ പാസ്പോർട്ടും വിസ എല്ലാം റെഡി ആയിക്കണ്. അപ്പൊ നിങ്ങള് പെട്ടെന്ന് വരി. ഇന്ന് 2 മണിക്ക് പോകണം കേട്ടോ. അപ്പൊ അതിന് കണക്കാക്കിട്ട് വരി. ഓക്കെ. വിസ അടിച്ച് കിട്ടിക്കണേ. അപ്പൊ ഇന്ന് 2 മണിക്ക് പോണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളവിടെ പോയാൽ മതി. ടൈം കുറവാണ്. അപ്പൊ പെട്ടെന്ന് പോയിട്ട് അവിടെ എത്തിയിട്ട് വിളിക്ക് കേട്ടോ. ഓക്കെ, ശരി, ഓക്കെ. വിസ അടിച്ചിട്ടിരിക്കണ്. ഇത്ര ഇപ്പോ മൂപ്പൊരു സ്വാധീനമുള്ള ആളാണ്. നമ്മൾ വിചാരിച്ചറിയില്ല. യൂസുഫലിന്റെ ഭാര്യ എല്ലാ സ്ഥലത്തും നല്ല മേഖലയിൽ നല്ല പവറാ മൂപ്പർക്ക്. അപ്പൊ അതുകൊണ്ട് സംഗതി ബാങ്ക് കിട്ടിയിരുന്നു. ഇന്നിപ്പോ ഉച്ചക്ക് 2 മണിക്ക് അടുത്ത് നമുക്ക് ഞാൻ വിളിക്കണ്ടേ. കാണാം കേട്ടോ. ആയിക്കോട്ടെ. ഇത്ര എളുപ്പമുണ്ടോ ഒരാൾക്കാർ കഴിച്ചിലാകാൻ? അതെ, ഞാന് വിളിച്ചാൽ തന്നെ പിന്നെ നേരം വൈകിയത് പ്രശ്നമാക്കണ്ടെങ്കില്. കാരണം എന്താ വെച്ചാല് ഇവിടെ ഈ അറബികളെ പണിയില്ലേ, അത് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ എനിക്കൊരു ഒരു ഇതില് സ്ഥിരായിലാണ് ജോലി കിട്ടിയത്. കുഴപ്പമൊന്നുമില്ല. ഇവിടെ പിന്നെ ശമ്പളം അത്യാവശ്യം അത് കിട്ടുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ യാത്രയൊക്കെ കിട്ടും. കമ്മീഷനും കാര്യമൊക്കെ. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വിളിച്ചേണ്ടി. ഞാൻ വിവരങ്ങളൊക്കെ അറിയിക്കണ്ട്. ആയിക്കോട്ടെ. ഓക്കെ. നിർത്ത് ഒരു ഫോൺ വരുന്നുണ്ട്. അത് റഷീദാക്കയാണ്. ഹലോ, അസ്സലാമലൈക്കും. വലൈക്കും സലാം. പിന്നെ എനിക്ക് ലീവ് അയക്കണേ. ഞാൻ ഇന്ന് ടിക്കറ്റാണ്, ഇന്ന് പോരും. ആയിക്കോട്ടെ. അപ്പൊ പിന്നെ നിങ്ങൾ എയർപോർട്ടിൽ വരുമോ? ഞാൻ എയർപോർട്ടിൽ വരില്ല, ഞാൻ അങ്ങാടിയിലുണ്ടാവും. തന്നെ? എന്നാ ഒരു കാര്യം ചെയ്യാം. നിങ്ങള് എന്നാ ഞാൻ വന്നിട്ട് നേരെ നിങ്ങൾ എത്തിക്കൊണ്ട് വരാം. കാണാച്ചിട്ടാ. ആയിക്കോട്ടെ, എന്നാ പോവാ. അസ്സലാമലൈക്കും. അതെ, ഞാൻ ഇന്ന് രാവിലെ പൊലച്ചക്ക ഇറങ്ങിയത്. 1-2 സ്ഥലത്ത് പോകേണ്ട ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറങ്ങിയിട്ടാണ്. വണ്ടിയൊന്നും ശരിയായിട്ടില്ല. വണ്ടി കുട്ടികൾ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയിക്കണം. ഓക്കെ. ആയിക്കോട്ടെ, എന്നാ ശരി. ഞാൻ കാണാം. ശരി. വളരെ സുഖമാണ്, റാഹത്താണ്. ആ പോക്കാണ് പോയതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളാണ് തീർന്നത്. പേരന്റെ പണി കഴിഞ്ഞ് പിന്നെ കുറച്ച് ചില്ലറ പണികളുണ്ട്. കഴിഞ്ഞിപ്പോ വന്നിട്ട് തീർക്കാറിനാണ്ട് അങ്ങനെ വെച്ചതാണ്. എല്ലാം ക്ലിയർ ആയി. നിങ്ങൾ എയർപോർട്ട് കരഞ്ഞു? എയർപോർട്ട് കുറച്ച് പണിയുണ്ട്, അതുകൊണ്ട് തന്നെ. അന്ന് നമ്മള് ഒന്നാണ്ട് കറങ്ങിയാലോ? അല്ല, ഞാൻ എനിക്കിപ്പോ പണിയുണ്ട്, അതുകൊണ്ടാണ്. തന്നെ. നമുക്ക് പിന്നെ ഒരിക്കൽ പോവാം. ഞങ്ങള് പിന്നെ ഞാനായിട്ട് വരാം അങ്ങാടിക്ക്. ആയിക്കോട്ടെ, നമുക്ക് കാണാം. ആയിക്കോട്ടെ. ഞാൻ നാണി കൊടുക്കാനുള്ള കുറച്ച് സാധനം. ആയിക്കോട്ടെ. ഹലോ, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഇങ്ങോട്ടൊക്കെ ഞാൻ നാട്ടിലെത്തിക്കണ. ഇജോടല്ലേ? പഠിച്ചോനെ, മാഷാഅല്ലാ. എപ്പോഴെത്തിങ്ങള്? ഞാൻ ഇന്ന് രാവിലെ എത്തിയിട്ടുള്ളൂ. എത്തിയിടുമ്പോ തന്നെ അലിക്കാക്കാനൊന്ന് കാണാൻ പോയി. മൂപ്പര് നമ്മളെ കൊണ്ടുപോയ ആളല്ലേ.
എല്ലാ പോലീസുകാരന്മാരും നിങ്ങൾ മറന്നുകുന്നായിരുന്നു നിങ്ങൾ നമ്മളെ ഓർമ്മ ഉണ്ടല്ലോ. നമ്മളെങ്ങനെ മറക്കുക? നമ്മള് കൂട്ടത്തിലുള്ള പോലെ മറക്കൂല. വലുതായാലും ചെറുതായാലും എന്നും നമ്മൾ ഒരേ മാതിരിയാണ്. ആ കാണാനൊക്കെ പൂതിണ്ടായി. ഞാൻ ഇവിടെ പയ്യന്റെ കടയിലേ സാധനം കൊടുക്കാൻ വേണ്ടി വന്ന അപ്പൊ ഒരു ഡോർ എടുക്കും വേണം. എന്നാ ചോടുക്കും പോലെ ഞാൻ വരണേ. ആ ആയിക്കോട്ടെ, ഞാൻ അവിടെ നിങ്ങൾ വരും. അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. എന്തൊക്കെയുണ്ട്? നല്ല വർത്താനോ? എത്തപാട്? നല്ല ഞാന് വർത്താനം. ലേശം പള്ളിയിൽ പോരി. അല്ല ഇതൊന്നും വേണ്ടിയിരുന്നില്ല. നിങ്ങൾ വന്നതിനെ വലിയ സമാധാനം. നമ്മളൊക്കെ ഒരുമിച്ച് പണിയെടുത്ത് ഉണ്ടായിക്കാണ്ട് ഇല്ലാതൊക്കെ നമ്മൾ ജീവിച്ചല്ലടാ. നമുക്കിതൊരു വിഷയമല്ല. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. ബാക്കി എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് കാണാം. ഞാൻ കുറച്ച് ആൾക്കാരെയും കൂടെ ഒന്ന് കാണാണ്ട് അത് കണ്ടു കണ്ട് വരാം. ആയിക്കോട്ടെ.